ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 37ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചൂട് അല്പം കൂടിപ്പോയാൽ നമുക്ക് പരാതിയാണ്. അങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ വലിയ മഴ പെയ്യുന്നു. മഴ 2-3 ദിവസം അടുപ്പിച്ചു പെയ്തു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയും, ഹോ എന്തൊരു മഴയാണ്, മഴയായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങുവാനായിട്ട് പറ്റുന്നില്ല എന്ന്. ഞാനും നിങ്ങളുമൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഫോണിലേക്ക് ഒരു പക്ഷേ ധാരാളം കോളുകൾ വരുന്ന ദിവസങ്ങളുണ്ടാവാം. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന കോളുകൾ. അങ്ങനെ വരുമ്പം ചിലപ്പം ഒരു പ്രയാസം, മടുപ്പ് തോന്നുന്ന നിമിഷങ്ങളുണ്ട്. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കോളുകളാണെങ്കിൽ പലപ്പോഴും അതൊക്കെ സ്ട്രെസ് നൽകുന്ന കോളുകളും ആയിരിക്കാം. അപ്പോൾ പറയും, എന്തൊരവസ്ഥയാ, ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും മറ്റുള്ളവർ സമ്മതിക്കത്തില്ലല്ലോ, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പരാതി. ഇനി 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, അവധിയായെന്ന് വിചാരിക്കുക. ഫോണുകളൊക്കെ വളരെ നിശബ്ദമായിരിക്കുന്ന സമയം, നമ്മൾക്ക് വലിയ ഫ്രീ മൈൻഡുള്ള ദിവസങ്ങൾ. അങ്ങനെ വരുമ്പം അധികം ഫോൺ കോളുകളൊന്നും കിട്ടാതെ വരുമ്പം ആരും എന്നെ വിളിക്കുന്നില്ലേ, ആർക്കും എന്നെ വേണ്ടേ എന്ന പരാതി മുന്നിൽ നിഴലിച്ചു നിൽക്കുന്നു. ഒരു സദ്യക്ക് പോയെന്ന് വിചാരിക്കട്ടെ. സദ്യയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ ചിലപ്പോൾ പറയും, സദ്യയിലെ ആ കറി, ആ മോരുകറി അല്ലെങ്കിൽ ആ മാങ്ങാക്കറി, അത് വേണ്ടത്ര അത്ര ശരിയായില്ല. അവിടെയും പരാതികളാണ്. സ്നേഹമുള്ളവരെ, ഇനിയുണ്ട് പരാതികൾ. ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പം പരാതികളുടെ ഒരു സമുച്ചയം നമുക്ക് കാണുവാനായി സാധിക്കും. ഈ നിമിഷം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ധാരാളം പരാതികളുണ്ടാവാം. നമുക്ക് സ്നേഹം തരേണ്ടവർ സ്നേഹം തരാത്തതിൻ്റെ, പരിഗണിക്കേണ്ടവർ പരിഗണിക്കാത്തതിൻ്റെ, ബഹുമാനം തരാത്തവർ ബഹുമാനം തരാത്തതിൻ്റെ പരാതിയായിരിക്കാം. ഇതുവഴി നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ വചനം കേൾക്കുന്ന അവസരത്തിൽ നമ്മുടെ എല്ലാ പരാതികളും ദുഃഖങ്ങളും അത് സമ്മാനിച്ച നൊമ്പരങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എല്ലാം ഏറ്റുവാങ്ങുവാൻ, സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പരാതികളില്ലാത്ത ഒരു ജീവിതം സ്വപ്നം കാണുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്കൊക്കെ സാധിക്കുമോ? പരാതി എന്ന് പറയുന്നത് പുക പോലെയാ. പരാതി പറയുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും വലിയ ഭാരമാണ്, പ്രയാസമാണ് അത് നൽകുന്നത്. ഈ പുക പോലെ അതിൻ്റെ വിഷാംശം അന്തരീക്ഷത്തിൽ പടരും. എന്നാൽ ഈ പരാതികളുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ സമയത്ത് ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ വലിയ വ്യത്യാസം. ആ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങളാണ് ജീവിതത്തെ പോസിറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ഒരു ശക്തിയിലേക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ നയിക്കുക. വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ഏപ്രിൽ 27-ാം തീയതി വിശുദ്ധനാകേണ്ട ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തെ തുടർന്ന് ആ ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിശുദ്ധ കാർലോ അക്യൂത്തിസായിട്ട് അറിയപ്പെടുന്ന നിമിഷങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാ കുട്ടികളെപ്പോലെയും ഈ കാർലോ വിശുദ്ധ കുർബാന സ്വീകരിച്ചു.
7-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. 7-ാമത്തെ വയസ്സ് മുതൽ 15-ാമത്തെ വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം പള്ളിയിൽ പോകുമായിരുന്നു. മാതാപിതാക്കൾ ആ ബാലന്റെ ആ അഭിരുചിയും അവന്റെ ആ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും ഒക്കെ മനസ്സിലാക്കി എല്ലാ ദിവസവും അവനെ പള്ളിയിൽ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്നാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് കാർലോ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷമെല്ലാം കഴിഞ്ഞു. 3-4 ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു മാരകമായ രോഗത്തിൽ അടിപ്പെട്ടിരിക്കുവാണെന്ന് മനസ്സിലായത്. ക്യാൻസറിന്റെ മൂർധന്യമായ അവസ്ഥയിൽ കാർലോ എത്തി. ഇതറിഞ്ഞ കാർലോ ചെയ്ത ഒരു കാര്യമുണ്ട്. ആ രോഗത്തിന്റെ തീവ്രതയും വേദനയും മനസ്സിലാക്കിയ വാഴ്ത്തപ്പെട്ട കാർലോ അത് സഭയ്ക്ക് വേണ്ടിയും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും കാഴ്ചവെച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾ ജീവിച്ചു. ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയായി. ഇന്ന് ഇറ്റലിയിലെ അസീസിയില് ആ വാഴ്ത്തപ്പെട്ട കാർലോയുടെ ശരീരം അഴുകാതെ ഇന്നും ദർശനത്തിന് വെച്ചിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വിശുദ്ധനായി വാഴ്ത്തപ്പെടും. സ്നേഹമുള്ളവരെ, ഈ കൊച്ചു വിശുദ്ധന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവിതത്തില് അധികമൊന്നും നേടാനോ പ്രവർത്തിക്കുവാനോ സാധിച്ചില്ല മാനുഷിക ദൃഷ്ടിയിൽ. എന്നാൽ ഈ 15 വയസ്സിനുള്ളിൽ യൂക്രിസ്റ്റിക് മിറക്കിൾസ് എന്ന വെബ്സൈറ്റ് സ്ഥാപിക്കുവാനും അത് തുറന്ന് കാണുന്നവർക്ക് വിശ്വാസത്തിലേക്ക് വരാനും ഉള്ള വലിയൊരു വേദി അദ്ദേഹം ഒരുക്കി. പിന്നെ യുവജനങ്ങളുമായി കൂട്ടുകാരുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ അനേകം വ്യക്തികളെ ഈശോയിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ രോഗത്തിൻ്റെ സമയത്ത് ഈ മകന് പരാതിയില്ലായിരുന്നു. പരാതിയില്ലാതെ ഇത് സഭയ്ക്ക് വേണ്ടിയും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും അത് കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കും ഇതുപോലെ സാധിക്കട്ടെ. ജീവിതം സുന്ദരമാണ്. ദൈവമാണ് ആ ജീവിതം തന്നത്. ഞാനും നിങ്ങളുമൊക്കെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും അവയൊക്കെ മറികടക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജീവിതത്തിലെ സന്തോഷമുള്ള സുദിനങ്ങൾ ധാരാളമുണ്ട്. നന്ദി പറഞ്ഞാലും ഒരിക്കലും തീരില്ല സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇരുന്നാൽ. ചിലപ്പോഴൊക്കെ പരിചയക്കാരും അതോടൊപ്പം രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ പറയുമ്പോൾ അവരെയുമൊക്കെ കാണുവാൻ പോകാറുണ്ട്. അവരുടെ അടുക്കിലെത്തുമ്പം ചില വ്യക്തികൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ചു, രോഗമൊക്കെയാണ്, പക്ഷേ വേദനയുണ്ട്, എന്നാലും ജീവിതത്തിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും കാലം ജീവിക്കുവാനായിട്ട് സാധിച്ചു, മക്കളെയും മക്കളുടെ മക്കളെയും കാണുവാൻ സാധിച്ചു. പിന്നെ ആർക്കും അധികം ഭാരമൊന്നുമില്ലാതെ മുമ്പോട്ട് പോയാൽ മതി എന്ന ഒരു ചിന്തയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്, നന്ദി പറയുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ധാരാളം. എന്നാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഏകദേശം ഒരു 75-78 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, വലിയ വേദനയാ, വലിയ ദുഃഖമാ, എന്തിനാ ദൈവം എനിക്ക് തന്നത്? അങ്ങനെ വലിയ പരാതിയോടെ വിഷമത്തോടെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം ഈ അമ്മച്ചിയെ കേട്ടു. അവസാനം ഞാൻ ചിരിച്ചുകൊണ്ട് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഈശോ നൽകിയിട്ടുണ്ടോ എന്ന്. അമ്മച്ചി പറഞ്ഞു, അച്ചോ, നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഈശോ നൽകിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ദൈവം നൽകിയ നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആ അമ്മച്ചി വാചാലയായി. 3 തലമുറ വരെ കാണാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിതത്തിലെ വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ മക്കൾ കടന്നുപോയി. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം കാണുവാൻ സാധിച്ചു. അപ്പം അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് അമ്മച്ചി പതുക്കെ പതുക്കെ പോവുകയാണ്.
സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കും, ബാക്കിയുള്ളതൊക്കെ അങ്ങ് മറന്നുപോകും. എന്നാൽ സംയമനത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയാനേ നമുക്കുണ്ടാവൂ. സ്നേഹമുള്ളവരെ, ഞാൻ വിൻസെൻഷ്യൻ സഭാംഗമാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ചോദിക്കും, അച്ഛൻ എന്തിനാ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ചേർന്ന്, എന്ത് ഉദ്ദേശത്തോടു കൂടി, എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് ചേർന്നതെന്ന്. ഞാൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, സന്തോഷത്തോടെ തന്നെ പറയും. ഒരു വിൻസെൻഷ്യൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ലോകമെമ്പാടും പോയി സുവിശേഷ പ്രഘോഷണം നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ഛനും അഗസ്റ്റിൻ വലുരാനച്ഛനും ജോർജ് പനക്കിലച്ഛനും ഒക്കെ കാണിച്ചു തന്ന പാത ഞങ്ങളുടെ മുമ്പിലുണ്ട്. അങ്ങനെ ലോകമെമ്പാടും ഞങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഈശോ വഴിയൊരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർന്നതെന്ന്. എന്നാൽ വൈദികനായ സമയത്ത് നമ്മൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ ജീവിതത്തിന് ആക്കം കൂട്ടുക, ക്രിയാത്മകമായി ജീവിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുക. എന്നാൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ്. ഏകദേശം 7 വർഷം അവിടെ ഞാൻ സേവനമനുഷ്ഠിച്ചു. അപ്പോഴൊക്കെ എന്നെ അടുത്തറിയാവുന്ന കൂട്ടുകാർ ചോദിക്കും, എന്തിനാ ബൈജു ഇവിടെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്? അത് പുറമേ നോക്കുമ്പം നല്ലൊരു പൊസിഷനാണ്, പക്ഷേ എന്നെ അടുത്ത് അറിയാവുന്നവർക്കറിയാം ഇതിനേക്കാൾ കൂടുതലായി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന്. ആ നിമിഷങ്ങളിലൊക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈശോയെ അങ്ങനെ വിളിച്ചു, എനിക്ക് പരാതിയില്ല, പക്ഷേ മനസ്സിൽ വിഷമമുണ്ട്, ആ വിഷമത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു 10 വർഷത്തിന് ശേഷമെങ്കിലും എനിക്ക് വചനപ്രഘോഷണ രംഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ TV സ്ക്രീനിൻ്റെ മുന്നിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുൻപേ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയത് ഈ 7 വർഷങ്ങൾക്ക് ശേഷം. കാരണം പരാതി കൂടാതെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ആഗ്രഹം ഇതാണ്, ലോകമെമ്പാടും പോകണം, അങ്ങയുടെ വചനം പ്രഘോഷിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, അതിനുള്ള കൃപ ദൈവം നൽകി. ഞാൻ പറഞ്ഞു വെച്ചത് ഈ പ്രകാരമാണ്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാതെ വന്നു കഴിയുമ്പം അവിടെ പരാതിയാണ്. അങ്ങനെ പോകുമ്പം നമ്മുടെ ക്രിയാത്മകമായ ശക്തി മുഴുവൻ ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. കിട്ടാത്തതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് കിട്ടിയതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയാതെ മുമ്പോട്ട് പോകുന്ന അവസരം, അതൊന്നും മാറ്റിവെച്ച് കൃതജ്ഞതയോടുകൂടെ ദൈവത്തിന് മുൻപിൽ ആയിരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് 118 അധ്യായത്തിലെ 24 വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും നമുക്ക് നന്ദിയോടെ പരാതി കൂടാതെ വരവേൽക്കാം. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. ഈ ദിവസം കാണാതെ എത്രയോ പേര് ഉണ്ടായിരിക്കുന്നു. എങ്കിൽ പോലും എനിക്ക് ഈ ദിവസം ഈശോ നൽകിയല്ലോ, നന്ദി പറയാം. ഇനി കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഒരു ഭർത്താവ്, അദ്ദേഹത്തിന് നല്ലൊരു ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ആദ്യ ശമ്പളം കിട്ടിയ ദിവസം ഒരു തുണിക്കടയിലൊക്കെ പോയി ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു. അങ്ങനെ വലിയ സന്തോഷത്തോടെ ആ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയത്ത് ഭാര്യ ആ തുണിക്കൂടിൻ്റെ പുറത്ത് എഴുതിയ കടയുടെ പേരൊന്ന് വായിച്ചു. അത് മനസ്സിലവൾ വായിച്ചപ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം തോന്നി. പിന്നെ ആ തുണിക്കൂട് തുറക്കാനൊന്നും അവൾക്ക് ആഗ്രഹം തോന്നിയില്ല. സന്തോഷത്തോടെ ഈ ജീവിത പങ്കാളി അത് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ വേദനാത്മകമായ രീതിയിൽ അവൾ സംസാരിച്ചു, ഹേ മനുഷ്യ, ഈ കടയിൽ നിന്നാണോ എടുത്തത്? എന്തിനു കൊള്ളും ഈ കട എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുകയാണ്. പിന്നീട് അത് തുറന്നു നോക്കുവാൻ പോലും മനസ്സാകുന്നില്ല. അപ്പോഴുണ്ടാകുന്ന ആ ഒരു വിഷമം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രമാത്രം സന്തോഷത്തോടെയാ മേടിച്ചുകൊണ്ട് കൊടുത്തത്. പക്ഷേ ഒരു മുൻവിധിയോടെ അത് സ്വീകരിക്കുന്നു, അത് പരാതിയോടുകൂടെ സ്വീകരിക്കുന്നു. വലിയ വിഷമമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ ഇല്ലാതായി തീരുക. ഇനി ഭാര്യയും ജോലിക്ക് പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഭർത്താവിന് ഇഷ്ടപ്പെട്ട മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു.
അങ്ങനെ ഭാര്യയോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് കറി വെക്കുവാനായിട്ട് പറഞ്ഞു. ആ മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പോൾ കാര്യമായി ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. മീൻ കറി കുറച്ചു കഴിഞ്ഞപ്പോൾ ടേബിളിൽ വന്നു. ഭർത്താവ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആ മീനിൽ ചെതുമ്പലുകൾ കണ്ടു. അദ്ദേഹം വളരെ അസ്വസ്ഥനായി, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ. നീ ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതിലും ഭേദം ഉണ്ടാക്കി തരാതിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ അന്തരീക്ഷം മലിനമാക്കുകയാണ് ചെയ്യുന്നത് പരാതിയിലൂടെ. സ്നേഹമുള്ളവരെ, ഇവിടെ കണ്ടോ, ഈ രണ്ടവസ്ഥയിലും, അതായത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ അവിടെ വലിയൊരു സന്തോഷമായിട്ട് മാറിയനെ. ഈ കിട്ടിയ വസ്തു എന്തായാലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇത് കൊണ്ടെത്തുന്ന ആ വ്യക്തിയുടെ സന്തോഷം, ഇവയൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ നന്ദി പറയുവാനായിട്ട്, കൃതജ്ഞതയോടുകൂടെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായി സാധിച്ചില്ലെങ്കിൽ പരാതിയിലൂടെയും പരിഭവത്തിലൂടെയും ജീവിതം കടന്നു പോവുകയുള്ളൂ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതമെന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും ഓർക്കുവാൻ സമയം കണ്ടെത്തണം. ഒരു പക്ഷേ വൈകുന്നേരം അധ്വാനമെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമുക്കിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ പോലും സമയമില്ല. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലകളിലേക്ക് പതുക്കിയൊന്ന് തിരിച്ചു പോകണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ജീവിതത്തിൻ്റെ മേഖലയിൽ നമ്മൾ കണ്ടെത്തിയ വ്യക്തികൾ, നമ്മളെ സഹായിച്ച വ്യക്തികൾ, നമ്മളെ നമ്മളാകാനായിട്ട് നമ്മുടെ കൂടെ നിന്ന വ്യക്തികൾ, അങ്ങനെ ജീവിതത്തെ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ഓർക്കുമ്പോൾ ഒരിക്കലും പരാതി പറയുവാനായി തോന്നില്ല. സ്നേഹമുള്ളവരെ, ഈ നിമിഷം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും വലിയ പരാതിയുടെ പരിഭവത്തിൻ്റെ നിഴലിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടെ അവ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്താൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുടെ ആ സാന്നിധ്യത്തിൽ നിങ്ങൾ ആ വേദനകളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പം അവയെല്ലാം ഈശോ ഏറ്റെടുക്കും. നമുക്കറിയാം, സൂര്യപ്രകാശത്തില് ഹിമഗണങ്ങള് ഭൂമിയോട് അലിഞ്ഞു ചേരുന്നത് പോലെ യേശു സാന്നിധ്യത്തില് നമ്മുടെ ദുഃഖങ്ങളും പരാതികളും ഒക്കെ ഈശോയിലേക്ക് അലിഞ്ഞു ചേരുവാൻ, അങ്ങനെ ആ വലിയ പ്രകാശം നമുക്ക് അനുഭവിക്കുവാനായി സാധിക്കട്ടെ. പരാതി, കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്. ഒരാളെ കേൾക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ പരാതികളിലൂടെ ഈ ലോകത്തോട് എനിക്ക് വലിയൊരു കഷ്ടതയുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അല്പം സമയം കൊടുക്കുവാൻ തയ്യാറായാൽ ഒരു പരിധിവരെ അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്: നിരന്തരം പരാതിപ്പെടുന്നവർക്ക് ഒരു നെഗറ്റീവ് ചിന്തകൾ വർദ്ധിക്കുന്നു എന്ന്. അതുവഴി തലച്ചോറിൽ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ശരീരവും മനസ്സും നെഗറ്റീവ് ചിന്തയുടെ കെട്ടുപടലങ്ങളിലായിരിക്കും. പിന്നെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാനായി സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന നിമിഷങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പോസിറ്റീവ് സൈക്കോളജിസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 21 ദിവസം തുടർച്ചയായി നമ്മുടെ ജീവിതത്തിലെ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവല് കുറയും, ഉറങ്ങാൻ നമുക്ക് നന്നായിട്ട് പറ്റും, ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ തോത് കൂടുമെന്ന്. 21 ദിവസം എന്ന് പറഞ്ഞു വെക്കാൻ കാരണം 21 ദിവസമാണ് പുതിയ അവസ്ഥയുമായി നമുക്കൊന്ന് യോജിക്കുവാനുള്ള സമയം. അങ്ങനെ വന്നാൽ സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്മകൾ കൊണ്ട് നന്ദിയോടെ ആയിരിക്കുവാനായി ശ്രമിക്കാം. ഒരുപക്ഷെ പരാതി പറയുമ്പം അല്പം ആശ്വാസം തോന്നിയേക്കാം. എന്നാൽ പരാതി പറയുന്നത് വലിയൊരു ഭാരമാണ്. അത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭാരമാണ്. അത് നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ അത് രണ്ടുപേരെയും അങ്ങനെ വലിയ വേദനയിലൂടെ ദുഃഖത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ സ്നേഹമുള്ളവരെ, വേദനകളും വിഷമതകളും പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ജീവിതത്തെ ക്രിയാത്മകമായി നേരിടണം. ക്രിയാത്മകമായി നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ നന്മകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ നന്മകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുമ്പോൾ ജീവിതം ധന്യമായി. ഓർക്കുക, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല പ്രിയപ്പെട്ടവരെ. ആ പ്രശ്നങ്ങളെയെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന്, ഈശോയെ എനിക്ക് ഇതുപോലൊരു വേദനയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, ഹൃദയം നുറുങ്ങി അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ദൈവം തന്നതാണ്. ഒന്ന് ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്രമാത്രം വേദനയിലൂടെയും ദുഃഖത്തിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? ഈ പറയുന്ന വചനം കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ലേ? കേൾവി ശക്തിയില്ലാത്ത എത്രയോ പേരുണ്ട്. എന്നെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? കാഴ്ചശക്തിയില്ലാത്ത എത്രയോ പേരുണ്ട്. ഇത് കഴിയുമ്പം നിങ്ങൾക്കൊന്ന് പുറത്തേക്കിറങ്ങി എന്തെങ്കിലും ചെയ്യുവാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടില്ലേ? ബന്ധങ്ങൾ നൽകിയിട്ടില്ലേ? ജീവിക്കുവാനുള്ള സമ്പത്തും അതോടൊപ്പം തന്നെ ആവശ്യ സമയത്ത് സഹായിക്കാനുള്ള ധാരാളം വ്യക്തികളെയും ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, പരാതികളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. തന്ന നന്മകൾക്ക് നന്ദി പറയാം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. പരാതിപ്പെട്ട പരിഭവത്തിന്റെ നിഴലിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ നാഥാ മാപ്പ് ചോദിക്കുന്നു. അങ്ങ് ഞങ്ങളിലേക്ക് വരണമേ. പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കണമേ. നന്ദി നിറഞ്ഞ ജീവിതം അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാഥാ, അങ്ങയോടൊപ്പം സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.